നമസ്കാരം. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച് കോൺഗ്രസ്. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഞാറക്കൽ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന് നമ്പർ ഇടുന്നതിന് സ്വകാര്യ വ്യക്തിക്ക് 2,39,000 രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പള്ളിപ്പുറം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. ധർണ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അജയ് തറയിൽ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ സമരവുമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇറങ്ങിയിട്ടുള്ളത് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊക്കെ ആശുപത്രിയിലുണ്ടായ കാലത്ത് എനിക്ക് പറഞ്ഞു, ആശുപത്രി കെട്ടിടം 1000 എസ്റ്റിമേറ്റും ഉണ്ടാക്കി ടെൻഡർ കൊടുത്ത് പണിത ആശുപത്രി കെട്ടിടത്തിന് അവസാനമായി നമ്മളെടുക്കാൻ വേണ്ടി പുതിയ പ്ലാനും പുതിയ എസ്റ്റിമേറ്റും പുതിയ എസ്കലേഷൻസും എല്ലാം ഉണ്ടാക്കി ഒരു അവിഹിതമായ സ്വകാര്യ ഡിസൈൻ ഏജൻസിയെ ഏൽപ്പിച്ച് അവർക്ക് പണം കൈമാറുന്ന ശ്രമം ഒരുപാട് നടന്നു. അത് വലിയൊരു അഴിമതിയാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ പൊക്കാളി കൃഷി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വൈപ്പിക്കരയുടെ 2 കരയിലുള്ള പൊക്കാളി പാടങ്ങളിൽ പൊക്കാളി കൃഷി വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് കൊട്ടിഘോഷിച്ചുകൊണ്ട് വലിയ പരിപാടി നടത്തി. അവിടെ പൊക്കാളി കൃഷിക്ക് വേണ്ടി ആളുകൾക്ക് പണം കൊടുത്ത് പൊക്കാളി കൃഷി ചെയ്യിച്ചിട വരാൻ പോകുന്ന നാളുകളിൽ പൊക്കാളി കൃഷി സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. ഒരു വർഷം ഒരു പ്രാവശ്യം പൊക്കാളി കൃഷി ചെയ്തു എന്നല്ലാതെ പിന്നെ പൊക്കാളി കൃഷി ചെയ്യുവാൻ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞില്ല, അതിനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനെ ചുറ്റുമതിൽ വന്നപ്പോൾ അവിടെ ഒരു അതിർത്തി പ്രശ്നമുണ്ടായി. 3-4 മരം ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അകത്ത് അതിർത്തിയിൽ നിൽക്കുന്ന മരം ഇവിടെ താലൂക്ക് സർവേയെ കൊണ്ട് അളപ്പിക്കാൻ കഴിയാതെ പോയ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആ മരം മുറിച്ച് ആ മരം മുഴുവനും മറ്റ് സ്വകാര്യ വ്യക്തികളാണ്, ബ്ലോക്ക് പഞ്ചായത്തിനല്ല എന്ന് പറഞ്ഞുകൊണ്ട് മതിൽ കെട്ടി മരവും അതുപോലെ ഏതാണ്ട് 50 അടി നീളത്തിൽ 1 മീറ്ററോളം വീതിയിലുള്ള സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് വിട്ടുകൊടുത്ത് അഴിമതി നടത്തിയ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു സെമിനാർ നടത്തിയവരെ ഈ രാജ്യം ഇപ്പോൾ വികസിക്കുമെന്ന് പറഞ്ഞ് 2-3 ദിവസക്കാലം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി കുറെ ആളുകൾ വന്ന് പണം പിടിച്ചു പോയെന്നല്ലാതെ എന്ത് പ്രയോജനമുണ്ടായി? ഇതുപോലെ ഫാസിസ്റ്റ് പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത്, ആ ബ്ലോക്ക് പഞ്ചായത്തെ കുറ്റപ്പെടുത്തി കൊണ്ടുപോകണോ? തല നന്നായാലല്ലേ കടയിൽ നന്നാവൂ. ഇവരുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്താ കാണിക്കുന്നത്? അങ്ങയുടെ ദുർഭരണം, അങ്ങയുടെ കെടുകാര്യസ്ഥത, അദ്ദേഹത്തിന്റെ അഴിമതി, സ്വതന്ത്രപക്ഷപാതം, പുറംവാതിൽ നിയമനങ്ങൾ, ഇത് ഈ കേരളത്തിലെ ജനങ്ങളെ അസംതൃപ്തരാക്കി ജീവിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഈ വൈപ്പിലെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ സമരം നടക്കുന്നത്. അതുകൊണ്ട് അടി മുതൽ മുടി വരെ അഴിമതിയാണ്. പാർട്ടികൾ മുഴുവൻ അഴിമതിയാണ്. പാർട്ടിക്കാർ മുഴുവൻ അഴിമതിക്കാരായി മാറിയിരിക്കുന്നു. ഈ അഴിമതിക്കെതിരെയുള്ള ഒരു വലിയ മുന്നേറ്റത്തിന് വേണ്ടി ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കോൺഗ്രസ് സഹോദരിമാരെ സഹോദരങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ദീർഘമായ സംസാരം ഈ പ്രതികൂല കാലാവസ്ഥയിൽ നടത്തുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം ആശംസിച്ചുകൊണ്ട് നേർന്നുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിച്ചു. പള്ളിപ്പുറം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് AG സഹദേവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസ്നേഷൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഗസ്റ്റിൻ മണ്ടോത്ത്, നേതാക്കളായ VK ഇക്ബാൽ, VS സോളിരാജ്, TA ജോസഫ്, TG വിജയൻ, ട്രീസ ക്ലീറ്റസ്, വിഷ്ണു പ്രദീപ്, CR സുനിൽ, KM പ്രസൂൺ, EV ഉത്തമൻ, നിഷിൽ പുന്നക്കാടൻ, ഡഗ്ലസ് ആന്റണി, KK രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അയ്യമ്പിള്ളിയിൽ നിന്നും നിരവധി കോൺഗ്രസ് പ്രവർത്തകരുടെ അകമ്പടിയോടെ ആരംഭിച്ച മാർച്ച് കുഴുപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് സമാപിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റുമാരായ KK ബാബു, രാജേഷ്, അനിരുദ്ധൻ, NR ഗിരീശൻ, ബീത്ത കോളിൻസ്, എലിസബത്ത്, ടിൽഡ റിബേറോ, PN തങ്കരാജ്, അശ്വതി രതീഷ്, മേരി ഷൈൻ, ലിജി തദേവൂസ്, അശ്വതി, സനീഷ് രാജ്, മിനി സുദർശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.